സലാമേ നിർത്തോ, ഓട്ടോറിക്ഷ നിർത്തോ, നിർത്ത. ഹലോ ഹലോ, ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. വരി. ഒന്ന് കാക്ക വരി, നിർത്തി. സുഹൃത്തുക്കളെ, എനിക്ക് വന്നിട്ട് കേരളത്തിലെ ഏറ്റവും ചെറിയ ഓട്ടോക്കാരനോട് വിശേഷം ചോദിക്കാം. ഹായ്, അസ്സലാമു അലൈക്കും. ഒന്ന് ഇറങ്ങുമോ? ഒന്ന് ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങി. ഇതാ കേരളത്തിലെ ഏറ്റവും ചെറിയ ഓട്ടോക്കാരനെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, എങ്ങെടുക്കുക. പിന്നെ പേര് പറയും. വീട് എവിടെ? ഇന്ത്യനൂര് അല്ലേ? എവിടെ വീട്? ഈ ഓട്ടോറിക്ഷ ആരുണ്ടാക്കി തന്നാണ്? ഇപ്പച്ചി. എവിടക്കൊക്കെ പോയി? ഇവിടൊക്കെ ഇറങ്ങുമോ? അപ്പോ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ത്യനൂരാണുള്ളത്. പിന്നെ സന്തോഷം. എന്താണ് പേരെന്താ പറഞ്ഞത്? എൻ്റെ പേര് ഹംസ. വെൽഡിങ്. ഇത് സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ. ഒരു രക്ഷയില്ല. എത്ര ദിവസത്തെ വർക്കാണിത്? ഏകദേശം ഒരു മാസം. ഒരു മാസം കൊണ്ട് ഉണ്ടാക്കി. ആയിക്കോട്ടെ. എന്താ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ കാരണം? ഇല്ല, ജസ്റ്റ് ഇങ്ങനെ കുറെ കാലമുള്ള ആഗ്രഹമാണ്. പല വണ്ടി ഇങ്ങനെ ഉണ്ടാക്കി വെക്കും, കാണുന്നുണ്ടാവും. അങ്ങനെ പല രൂപത്തിൽ ഉണ്ടാക്കും. പിന്നെ അതിന് ഫോളോ അപ്പ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോ ഇവൻ അങ്ങനെ വലുതായി വന്നതിന്റെ ശേഷം കുറെ വർഷമായിട്ടുള്ള പരിപാടിയാണ്. ഇവൻ അങ്ങനെ വലുതായി വന്നപ്പോ ഇവൻ ഭയങ്കര ഫോളോ അപ്പ് ആയി. അങ്ങനെ ഒരു വെറുതെ ഒരു ഫ്രെയിം ഉണ്ടാക്കി കഴിയുമ്പോൾ 4 വീൽ വെച്ച് 3 വീൽ വെച്ചുള്ള പരിപാടിയാണ്. പിന്നെ നിങ്ങള് ശരിക്ക് മറ്റേത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണോ? സിവിലോ മെക്കാനിക്കോ? ഒന്നും ചെയ്തില്ല. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നോക്കി നിങ്ങൾ ഇതിന്റെ ബ്യൂട്ടിയും അതിന്റെ സ്റ്റൈലും ഞങ്ങളൊക്കെ ചിരിക്കുന്നു അതിന്റെ ലുക്ക് വൈസ് കണ്ടിട്ട്. ഇത് നിർമ്മിക്കുന്ന പറഞ്ഞാല് പഴയ സ്ക്രാപ്പ് സാധനങ്ങളായിട്ട് വെച്ച് ചെയ്തതാണ്. ഇതൊരു പഴയ എന്തോ വണ്ടിന്റെ ബോർഡിന്റെ ഈ സാധനം 2 പീസ് വെച്ചിട്ട് ഇത് ഫൈബറാണ് വരുന്നത്. പിന്നെ ബാക്കിയൊക്കെ വേസ്റ്റ് തകിടും സാധനമൊക്കെ വെച്ചിട്ട് ചെയ്തായിരുന്നു. അതിമ 3 വീല് വെച്ച് ഇങ്ങനെ ചെയ്ത കാര്യം എന്ത് ചെയ്തു? പിന്നെ ഇവന്റെ ഫോളോ അപ്പിൽ എന്ത് ചെയ്തു? ഫ്രണ്ടിൽ ഗ്ലാസ് വേണമെന്ന് പറഞ്ഞു. അതൊരു ഗ്ലാസ് സെറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഈ ഇത് വുഡ് കാലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് തന്നെ ഒരു പേടിയായിരുന്നു, വുഡൊക്കെ ചെയ്ത് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ആവുമോന്നുള്ളത്. പിന്നെ അവൻ തന്നെ പറഞ്ഞെന്ത് വുഡ് വേണം, സീറ്റ് വേണം. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞേ വണ്ടിക്ക് ലൈറ്റ് വേണം. അങ്ങനെ ഹെഡ്ലൈറ്റ് വെച്ചപ്പോൾ പറഞ്ഞേ അങ്ങോട്ട് ഓടിക്കുമ്പോൾ അങ്ങോട്ട് ഒരാളുടെ ലൈറ്റ് വേണം, ഇൻഡിക്കേറ്റർ വേണം എന്നുള്ളതാണ് അവൻ പറയണത്. പറഞ്ഞു കൊണ്ടുവന്നതാണ്.